പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിശുദ്ധവും പരിപാവനവുമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ സ്വർഗീയ തിരുവചസ്സുകളെ സ്വീകരിപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ തമ്പുരാന് നന്ദി പറയാം. നാം ഈ ദിനങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിൻ്റെ മനോഹരമായ മറുപടികളാണ്. ലോകപ്രകാരം ആരാണ് ഭാഗ്യവാൻ എന്നല്ല, വചനപ്രകാരം ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. 3 പ്രാവശ്യമായി 4 ഉത്തരങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. 5ാമത്തെ ഉത്തരം ഇപ്പോൾ പറയുകയാണ്. ആരാണ് ഭാഗ്യവാൻ? 32ാമത്തെ സങ്കീർത്തനം 1ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. 2ാം വാക്യത്തിൽ വായിക്കുന്നു, കർത്താവ് അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിൻ്റെ 5ാമത്തെ ഉത്തരം, പാപക്ഷമ ലഭിച്ചവരൊക്കെ ഭാഗ്യമുള്ളവർ എന്നുള്ളതാണ്. ഈ ലോകത്ത് പാപം ചെയ്യാത്ത മനുഷ്യരുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ആ വ്യക്തിയാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ പാപി. അവരുടെ പാപമോ സ്വയനീതീകരണം എന്ന പാപമാണ്. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ഒരുപാട് പേരെ ഭരിക്കുന്നത് ഈ പാപമാണ്. ഒരുപാട് പേരെ കുറ്റം വിധിക്കുമ്പോൾ, ഒരുപാട് പേരെ പരിഹസിക്കുമ്പോൾ, ഒരുപാട് പേർ തെറ്റുകാരാണെന്ന് വിളിച്ചു പറയുമ്പോൾ സ്വന്തം ജീവിതത്തിൽ ഒരു തിരുത്തൽ പോലും വരുത്താൻ മനസ്സില്ലാത്തവർ. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, എനിക്ക് തെറ്റ് പറ്റുകയില്ല, ഞാൻ തെറ്റ് പറ്റുന്ന ആളല്ല, ഞാൻ വിശുദ്ധനാണ്, ഞാൻ നീതിമാനാണ്, ഞാൻ വിശുദ്ധയാണ്, ഞാൻ ദൈവമാണെന്നല്ലേ അവർ പറയാൻ ശ്രമിച്ചത്. തെറ്റ് പറ്റാത്ത ഒരാൾ ദൈവം മാത്രമല്ലേ ഉള്ളൂ. ദൈവമക്കളെ, അതുകൊണ്ട് ലോകത്ത് എല്ലാ മനുഷ്യരും പാപം ചെയ്തിട്ടുള്ളവരാണ്. തിരുവചനം തന്നെ പറയുന്നത് എന്താ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരേപോലെ ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. ദൈവമക്കളെ, അപ്പോൾ നാം തിരിച്ചറിയണം, എല്ലാവരും പാപം ചെയ്തിട്ടുള്ളവരാണ്. എങ്കിൽ ആരാണ് ഭാഗ്യവാൻ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർ എത്രേ ഭാഗ്യവാന്മാർ. കർത്താവ് അകൃത്യം കണക്കിടാതെയും ദൈവത്തിൻ്റെ വിടുതലറിഞ്ഞ ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്നവർ എത്രേ ഭാഗ്യമുള്ളവർ. ഈ സങ്കീർത്തന ഭാഗം അതുപോലെ തന്നെ റോമാലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സങ്കീർത്തനങ്ങളിൽ നിന്ന് കോട്ട് ചെയ്തതാണ്. ആ അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പാപക്ഷമയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നത് മുഴുവൻ പാപമോചനത്തിൻ്റെ വഴികളെക്കുറിച്ചാണ്. 6-ാം അധ്യായം 23-ാം വാക്യത്തിലെത്തിയപ്പോൾ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രയും. എന്നാൽ പാപി മരിക്കാതിരിക്കാൻ പാപിക്ക് പകരമായി പാപത്തിൻ്റെ ശിക്ഷയായ മരണം സ്വയം ഏറ്റെടുത്ത് പാപിക്ക് പരിത്രാണം നൽകി പരിശുദ്ധനാക്കിയ ദൈവം, അവൻ പരിശുദ്ധിയുടെ പൂർണ്ണതയായവനാണ്. ഇപ്രകാരം പാപക്ഷമ ലഭിച്ചുവോ? പാപക്ഷമ ലഭിച്ച ഒരാൾക്ക് അതേ പാപത്തിൽ പിന്നെ തുടരാനാകുമോ? പാപക്ഷമ ലഭിച്ചിട്ട് വീണ്ടും അയാൾ അതേ പാപത്തിൽ തുടരുന്നുവെങ്കിൽ ലഭിച്ച ക്ഷമയെ നിഷേധിച്ചു എന്നല്ലേ ബോധ്യപ്പെടേണ്ടത്? എന്നിട്ട് ദൈവം ദീർഘക്ഷമയോടിരുന്നു വീണ്ടും 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 ക്ഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പാപക്ഷമ പ്രാപിപ്പാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മളെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാക്കുന്നത്. തെറ്റുപറ്റി എന്നുള്ളത് സ്വാഭാവികമായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ തെറ്റിൽ തുടരുക എന്നുള്ളതല്ല നീതി. ഞാനേതായാലും ചെളിയിൽ വീണു, ഇനി ചെളിയിൽ താമസിക്കാമെന്ന് ആരെങ്കിലും തീരുമാനിച്ചെങ്കിൽ അത് മൗഢ്യമാണ്. ബുദ്ധിയുള്ളവരാരും അതങ്ങനെ തീരുമാനിക്കില്ല.
വീണാൽ വീണെടുത്ത് കിടക്കുക എന്നുള്ളത് യുക്തിക്ക് ചേരുന്ന ഒരു നിലപാടല്ല. ഞാൻ ഏതായാലും പാപത്തിൽപ്പെട്ടു, ഇനി എനിക്ക് രക്ഷയില്ല, അതുകൊണ്ട് പാപത്തിൽ തന്നെ ജീവിച്ചു തീർക്കാമെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അവർ ചെളിക്കുഴിയിൽ വീണാൽ ഞാൻ ചെളിക്കുഴിയിൽ വീണു, ഇനി ഇവിടെ തന്നെ മരണം വരെ കിടക്കാമെന്നവർ പറയില്ല. ശരീരത്തിൽ ചെളി പറ്റിയാൽ അത് കഴുകി വെടിപ്പാക്കി സമൂഹമധ്യത്തിൽ വീണ്ടും യോഗ്യതയോടെ നിൽക്കണമെന്ന് സ്വന്തം ബുദ്ധിയിൽ ബോധമുള്ളവർ പാപത്തിൻ്റെ അഴുക്ക് പറ്റിയാൽ അവിടെ തന്നെ തുടരുന്നതിൻ്റെ യുക്തി എന്താണ്? ആ യുക്തി അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും പലരോടും മനസാന്തിരപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുമ്പോൾ അത് സാധ്യമാകുന്ന കാര്യമല്ലച്ചാ. ഞാൻ പാപത്തിൽ വീണ ഒരാളാണ്, ഇനി ഇതിൽ നിന്ന് കരകയറാനൊന്നും കഴിയില്ല. ഞാൻ പലവട്ടം ശ്രമിച്ചു നോക്കി, ഞാൻ അങ്ങ് എത്തും മുമ്പ് വീണ്ടും അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ അങ്ങ് പൊയ്ക്കോളാം, എന്നെക്കുറിച്ച് അച്ഛൻ ഒരുപാട് ഭാരപ്പെടുകയൊന്നും വേണ്ടെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ചിലർ. എന്തു വലിയൊരു അബദ്ധമാണ് പ്രിയപ്പെട്ടവരെ! ഇത് വീണ്ടും പാപസുഖത്തിൽ തുടരാൻ അവർ കണ്ടുപിടിച്ചൊരു സൂത്രമാണ്. എന്നാൽ ദൈവം അതല്ല അവരെക്കുറിച്ച് വിഭാവനം ചെയ്തത്. എത്ര നീചപാപമാണ് നീ ചെയ്തതെങ്കിലും ആ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ് അവൻ കുരിശേറിയത് എന്നാണ് കർത്താവിൻ്റെ കൽപ്പന. പാപം സുഖം പകരുന്നത് കൊണ്ടാണ് പലരും അതിലങ്ങനെ ആനന്ദിക്കുന്നത്. എന്നാൽ പാപം എല്ലാ കാലത്തും സുഖകരമായിരിക്കില്ല എന്ന് തിരിച്ചറിയുക. പാപത്തിൻ്റെ സ്വഭാവം മാറും. ചിരിച്ചു കാണിച്ചും ആശ്ലേഷിച്ചും ചുംബനം ചെയ്തും രസം പകർന്നും ഇമ്പപ്പെടുത്തിയുമൊക്കെ കൂട്ടുകൂടി അടുത്തു വന്ന് ത്രസിപ്പിക്കുന്ന അനുഭവമായിട്ടാണ് പാപം ആദ്യം ഒരാളിൽ വരിക. ആ ആൾ ഈ ഇമ്പങ്ങളെല്ലാം ഓർത്ത് പാപത്തിന് ഇടം കൊടുത്തു കഴിയുമ്പോൾ നീരാളി പിടിക്കുന്നത് പോലെ പാപം അതിനുള്ള എല്ലാ കാലുകളും കൊണ്ട് മനുഷ്യനെ വരിഞ്ഞു മുറുക്കും. പിന്നെയാണ് അതിൻ്റെ ശരിയായ സ്വഭാവം അത് പുറത്തെടുക്കുന്നത്. ആരോഗ്യം ചോർത്തിക്കളയും, ബുദ്ധി മരവിപ്പിക്കും, ബന്ധങ്ങൾ അറുത്തുമാറ്റും, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുത്തും, ആളുകളുടെ പരിഹാസപാത്രമാക്കും, പ്രിയപ്പെട്ടവരെ എല്ലാ നിലകളിലും തകർക്കും. മാനമില്ലാതെ, ശക്തിയില്ലാതെ, സ്ഥാനമില്ലാതെ, മഹത്വമില്ലാതെ രോഗിയായി തളർന്നു വീഴുമ്പോൾ ആ ആൾക്ക് തോന്നും പിടിപെട്ട് പുറത്തു പോകണമെന്ന്. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, ആ സാഹചര്യത്തിൽ അതിവേദനയിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ, നിരാശയിൽ മുങ്ങിത്താഴുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന നെഞ്ചിടിപ്പേറുമ്പോൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ അപ്പോഴും ദൈവം പാപക്ഷമ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ മുൻപ് ഈ അവസരം കിട്ടിയിട്ടും അത് വിനിയോഗിക്കാതെ പാപത്തിൽ തന്നെ തുടർന്ന്, പാപത്തിൽ തന്നെ ആഴപ്പെട്ട് പാപസുഖങ്ങളിൽ സ്വയം സമർപ്പണം ചെയ്ത ഒരാൾ പാപമോചനം പ്രാപിക്കും, ദൈവം കൊടുക്കും. പക്ഷെ ചെയ്ത പാപത്തിൻ്റെ തിരിച്ചടി അയാൾ ഏറ്റെടുത്തേ മതിയാകും. അപ്പോൾ ചോദിക്കും, ദൈവത്തിന് അത് നീക്കിക്കൊടുക്കാൻ പാടില്ലേ? അത് നീതിയല്ല. അവിടെ ദൈവം നീതിമാൻ അല്ലാതെയാകും. അപ്പോൾ വിതച്ചത് കൊയ്യുക എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. മുൻപ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പരിധി വിട്ട് പാപം ചെയ്ത് മാരകരോഗം വിളിച്ചു വരുത്തിയ ഒരാൾ ആ രോഗത്തിൻ്റെ വേദന അനുഭവിക്കുക തന്നെ വേണം. എന്നാൽ അയാൾക്ക് ദൈവം പാപത്തിന് മോചനം കൊടുക്കും, നിത്യശിക്ഷയിൽ നിന്ന് വിടുതലും കൊടുക്കും, സ്വർഗത്തിൽ അവകാശവും കൊടുക്കും. പക്ഷേ ഈ ലോകത്ത് അയാൾ തൻ്റെ ആസ്വാദനങ്ങളുടെ പാപസുഖങ്ങളുടെ ബാക്കിപത്രമായി വരുത്തിവെച്ച വിനകൾ അയാൾ അനുഭവിച്ചേ മതിയാകും. പാപം ക്ഷമിക്കപ്പെടും, പക്ഷെ പാപത്തിന് വില കൊടുത്തേ മതിയാകും. അത് നീതിയാണോ എന്ന് മറുചോദ്യം ചോദിക്കരുത്. ദൈവത്തെ അങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ആരും ശ്രമിക്കരുത്. ഇത് മുന്നറിയിപ്പാണ്. വില കൊടുക്കേണ്ടി വരും. പാപസുഖത്തിൽ മുഴുകി ആനന്ദിച്ചാറാടുന്ന സകലരും അതിന് വില കൊടുക്കേണ്ടി വരും. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ നന്നായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു, ഞാൻ മാനസാന്തിരപ്പെട്ടില്ലേ, ഞാൻ അനുതപിച്ചില്ലേ, ഞാൻ ദൈവപക്ഷത്തേക്ക് മടങ്ങി വന്നില്ലേ, ഞാൻ കുമ്പസാരിച്ചില്ലേ, പിന്നെ ഞാൻ മദ്യപിക്കാൻ പോയിട്ടില്ലല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ലിവർ കംപ്ലൈൻറ്റ് വന്നത്? ദൈവം അത് മാറ്റേണ്ടതല്ലായിരുന്നു? ദൈവമക്കളെ, ദൈവം പറഞ്ഞില്ലായിരുന്നല്ലോ മദ്യപിക്കാൻ.
മദ്യപിച്ചപ്പോഴൊക്കെ ദൈവം പുറകെ നടന്ന് പറഞ്ഞില്ലേ, നിർത്ത് 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 നിർത്ത്, ഇത് അപകടമാണ്, ഇത് ആരോഗ്യം നശിപ്പിക്കും, ഇത് നിന്നെ രോഗിയാക്കും. ഒരുപാട് പേരിലൂടെ, ഒരുപാട് മീഡിയകളിലൂടെ ദൈവം പറഞ്ഞതല്ലേ. അപ്പോൾ അതിൽ ദൈവത്തെ കുറ്റം ചാരണ്ട. അവസരം ഒരുപാട് കിട്ടിയിട്ടും ദൈവം ഒരുപാട് വട്ടം പറഞ്ഞിട്ടും അതിന് മനസ്സില്ലാതെ ആ പാപസുഖത്തിൽ തുടർന്ന ഒരാൾ ദൈവം പാപമോചനം കൊടുത്ത് വിശുദ്ധനാക്കി സ്വർഗത്തിൽ ഓഹരി കൊടുത്തു കഴിഞ്ഞിട്ട് താൻ ചെയ്ത തെറ്റിന് മറുപടി പറയേണ്ടി വരുമ്പോൾ അതിൽ ദൈവത്തെ കുറ്റപ്പെടുത്തണ്ട. എല്ലാ തെറ്റും ഇങ്ങനെയാണ് എന്ന് നാം തിരിച്ചറിയണം. അത് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ദാവീദ് ഒരു തെറ്റ് ചെയ്തു, നമുക്കറിയാം. അന്തഃപുരത്തിൽ റാണിമാരുണ്ടായിരുന്നു, പക്ഷേ അന്യൻ്റെ ഭാര്യയെ മോഹിച്ചു, അധികാരമുള്ളത് കൊണ്ട് കൈവശപ്പെടുത്തി. അവസാനം ആ പെൺകുട്ടി ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അവളുടെ ഭർത്താവിൻ്റെ ചുമതലയിലാക്കാൻ ചതി ചെയ്തവനാണ് ദാവീദ്. പക്ഷെ ചിലവായില്ല. എൻ്റെ കൂട്ടത്തിലുള്ള പടയാളികൾ പടക്കളത്തിൽ അടലാടുമ്പോൾ ഭാര്യയോടൊപ്പം എൻ്റെ ഭവനത്തിലെ അന്തഃപുരത്തിലെ കിടക്കയിൽ ഞാൻ കിടക്കയില്ല എന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് അവൻ പോയില്ല. 3 വട്ടം അതിന് ശ്രമിച്ചിട്ടും അവൻ വീട്ടിൽ പോയില്ല എന്ന് കണ്ടിട്ട്, ഭാര്യയെ ഒന്ന് കാണാൻ പോലും അവൻ കൂട്ടാക്കിയില്ല എന്ന് കണ്ടിട്ട് അവനെ കൊല്ലാൻ കുറിമാനം എഴുതി അവൻ്റെ കയ്യിൽ പടനായകൻ്റെ പേർക്ക് കൊടുത്തയച്ചവനാണ് ദാവീദ്. അവൻ കൊല്ലപ്പെട്ട ശേഷം അവൻ്റെ ഭാര്യയെ കൊട്ടാരത്തിൽ വരുത്തി, ഒരു വലിയ പുണ്യമാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ രാജ്യത്തിനു വേണ്ടി അടരാടി മരിച്ച പടയാളിയുടെ വിധവയായ ഭാര്യയെ ഞാനിതാ റാണിയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന്. നോക്കണം, ചതിയുടെ അടുത്ത ഘട്ടം. ഈ കാലഘട്ടത്തിലും ഒരുപാട് ആളുകൾ ഇതേ നിലപാടുകൾ ഒരുപാട് ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് കാണുമ്പോൾ ക്ഷമിക്കണം, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അങ്ങനെ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. എന്നാൽ വില കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ ദാവീദിൽ നിന്ന് അവിഹിതമായി ഗർഭം ധരിച്ച ഈ സ്ത്രീ റാണിയായി മാറിയ ശേഷമാണ് ആ കുഞ്ഞിന് ജന്മം കൊടുത്തത്. പക്ഷേ ആ കുഞ്ഞ് രോഗിയായി. ദാവീദ് വാവിട്ട് നിലവിളിച്ച് ദൈവസന്നിധിയിൽ കിടന്നു, പട്ടിണി കിടന്നു. പക്ഷേ വില കൊടുക്കേണ്ടി വന്നു. ആ കുഞ്ഞിൻ്റെ പ്രാണൻ പോയി. ദൈവം ആ കുഞ്ഞിനെ എടുത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുപോയി. ദാവീദ് ഒരുപാട് കരഞ്ഞു. അതുമാത്രമല്ല, ദാവീദിനോട് ദൈവം ക്ഷമിച്ചു, ദാവീദിൻ്റെ ശിക്ഷ മാറ്റി, ദാവീദിൻ്റെ രാജ്യത്വം ഉറപ്പിച്ചു. ദാവീദ് തൻ്റെ ജീവിതകാലം മുഴുവൻ മനോഹരമായി ജീവിച്ചു തീർത്തു. പക്ഷെ ഒരു വാക്ക് അവിടെ ബാക്കി നിന്നു. ഈ ചെയ്ത തെറ്റ് നിൻ്റെ കുടുംബത്തിലൊരു വാളായി വന്നു വീഴും. ആ വാളുവിൻ്റെ ദാവീദിൻ്റെ മക്കളുടെ കാലത്ത് വെട്ടാൻ തുടങ്ങി. ദാവീദിൻ്റെ മകൻ ശലോമോൻ ചക്രവർത്തിയായി. ശലോമോൻ്റെ കാലത്ത് വാൾ വീണില്ല. പക്ഷേ ശലോമോൻ ദാവീദിനേക്കാൾ വലിയ തെറ്റ് ഈ കാര്യത്തിൽ ചെയ്തു. അതിൻ്റെ പേരിൽ അവൻ ഒരുപാട് ദൈവത്തിൽ നിന്നകന്നുപോയി. എന്നാൽ ദാവീദിൻ്റെ മകനായ രഹബയാമിൻ്റെ കാലത്താണ് ആ വാൾ വെട്ടിത്തുടങ്ങിയത്. രാജ്യത്വം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ എന്നും യേഹൂദിയ എന്നും 2 രാജ്യമായി അത് വിഭജിക്കപ്പെട്ടു. ശമരിയായിലും യെരുശലേമിലും 2 രാജതലസ്ഥാനമുണ്ടായി. 10 ഗോത്രങ്ങൾ യെരോബെയാമിൻ്റെ കൂടെ മാറി നിന്നു. ശലോമോൻ്റെ മകൻ്റെ കൂടെ 2 ഗോത്രങ്ങളെ ബാക്കി നിന്നുള്ളൂ. വാൾ വെട്ടി ഛിന്നഭിന്നമായി പോയി അവൻ്റെ രാജ്യത്വം. ദൈവമക്കളെ, നാം തിരിച്ചറിയണം, ലംഘനം ക്ഷമിക്കപ്പെടും, പാപം മറയ്ക്കപ്പെടും. നാം അതിന് തെറ്റ് ചെയ്തവരൊക്കെ അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പാപക്ഷമ കിട്ടിയില്ല എന്നാരും വിചാരിക്കരുത്. ദൈവം എന്നോട് ക്ഷമിച്ചില്ലേ എന്നാരും ചോദിക്കരുത്. ദൈവം ക്ഷമിച്ചു ക്ഷമിച്ചു ക്ഷമിച്ചു. വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും വിതച്ചത് കൊയ്യേണ്ടി വന്ന് കഷ്ടപ്പെടുമ്പോഴും ദൈവം എൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വേദനകളിലൂടെ കടന്ന് ഞാൻ പോയാൽ സ്വർഗത്തിൽ എനിക്ക് ഓഹരി ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം പാപം ക്ഷമിക്കുന്നു. അതാണ് ക്രൂശിലെ യാഗത്താൽ സാധിപ്പിച്ചു തന്നത്. കർത്താവിനെ ശിക്ഷിക്കുക എന്നുള്ളതല്ല അജണ്ട, രക്ഷിക്കുക എന്നുള്ളതാണ്. പാപിയെ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നിരന്തരമായി ഇത് പറയുന്നത്. അനുതപിച്ചടുത്ത് വരാമോ, ദൈവം നിൻ്റെ പാപങ്ങളെ ക്ഷമിക്കും.
ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടണമെങ്കിൽ ദൈവം അതിന് സദാസന്നദ്ധനാണ്. നാം അവസരം മുതലാക്കണം. ദൈവസന്നിധിയിലേക്ക് വരണം. അനുതാപത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ ദൈവത്തോട് അപേക്ഷിക്കണം. ദൈവം മോചനം തരും. നിശ്ചയമായിട്ടും ദൈവം മോചനം തരും. അങ്ങനെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടാൻ ദൈവം ഒരുക്കി വെച്ച അതിമനോഹരമായ അവസരമാണ് കുമ്പസാരം. തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിക്ക്. നെടുവീർപ്പോടെ കണ്ണുനീരോടെ ദൈവം മുമ്പിൽ അത് ഏറ്റുപറ. ഇനി ആവർത്തിക്കില്ലെന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. അവിടെ വെച്ച് ദൈവം അത് ക്ഷമിക്കും. തൻ്റെ പുത്രൻ്റെ നാമത്തിൽ കുരിശിലെ യാഗത്തിൽ ആ പാപത്തോട് അവൻ ക്ഷമിക്കും. പാപിയോട് അവൻ ക്ഷമിക്കും. ദൈവമക്കളെ, ദാവീദിനപ്രകാരം പാപമോചനം കിട്ടി. യെശയ്യാ പ്രവചനം പഠിക്കുമ്പോൾ ഹിസ്കിയ രാജാവിൻ്റെ ഒരു പ്രാർത്ഥന നാം കാണുന്നുണ്ട്. ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. അവൻ്റെ ശരീരത്തിൽ മർമ്മഭാഗത്തൊരു പരു ഉണ്ടായി. ആ പരു പഴുത്തു. ദൈവമക്കളെ, അവൻ മരിച്ചു പോകുമെന്ന് പ്രവാചകൻ അവനോട് പറഞ്ഞു. നീ നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. അപ്പോഴാണ് രാജാവ് ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞത്. നിലവിളിച്ചുകൊണ്ട് രാജാവ് ചോദിക്കുന്നുണ്ട്, കർത്താവേ, എന്നോട് ക്ഷമിക്കരുതോ? ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ആ കണ്ണുനീരിന് മുമ്പിൽ ദൈവം തീരുമാനം മാറ്റി. പ്രവാചകനെ തിരിച്ചയച്ചു. രാജകൊട്ടാരത്തിൻ്റെ പടിപ്പുരവാതിൽ കടന്നു പോകും മുമ്പ് ദൈവം പ്രവാചകനോട് പറഞ്ഞു, നില്ല, തിരികെ ചൊല്ല്. അവൻ്റെ ആയുസ്സിനോട് ഞാൻ ആണ്ടുകൾ കൂട്ടിയിരിക്കുന്നുവെന്ന് നീ പറയുക. അതിന് അടയാളവും കൊടുക്കുക. ദൈവം ഹിസ്കിയ രാജാവിൻ്റെ പാപം ക്ഷമിച്ചു. അതുകൊണ്ട് അവൻ്റെ മരണത്തെ മാറ്റിവെച്ചു. നിശ്ചയമായിട്ടും പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. അത് തന്നെ ജീവിതത്തിലെ ഭാഗ്യം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ അനേക വട്ടം ആവർത്തിച്ച വാക്കാണ്, നിൻ്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നുവെന്ന്. നമുക്കറിയാം, മർക്കോസ് 2 യേശു ഇരുന്ന കപർന്നഹൂമിലെ വീട്ടിലേക്ക് ഒരു പക്ഷവാത രോഗിയെ നേരെ കൊണ്ടുവരാൻ ജനം അനുവദിക്കാത്തതുകൊണ്ട് ഇരുന്ന വീടിൻ്റെ മേൽപ്പുര പൊളിച്ച് ഇറക്കി വെച്ച രംഗമുണ്ടല്ലോ. ഈ ത്യാഗം മുഴുവൻ സഹിച്ച ആളുകൾ യേശുവിൻ്റെ മുമ്പിൽ ഈ രോഗിയെ ഇറക്കി വെച്ചത് രോഗസൗഖ്യം കിട്ടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ്. പക്ഷെ കർത്താവ് അവനോട് പറഞ്ഞത് അങ്ങനെയല്ല, നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്നാണ്. അവൻ രോഗിയായതിൻ്റെ കാരണം അവൻ്റെ പാപമാണ്. അതുകൊണ്ടാണ് രോഗം മാറ്റാൻ വേണ്ടി പാപം മോചിച്ചത്. ദൈവമക്കളെ, പാപമോചനം കൊടുക്കുന്ന ഒരു കർത്താവ്. അവിടെ നാം വായിക്കുന്നത് ലംഘനം ക്ഷമിക്കുന്ന, പാപം മറയ്ക്കുന്ന കർത്താവിനെയാണ്. അകൃത്യം പിന്നെ അവൻ കണക്കിടുന്നില്ല. ഇത് തന്നെയാണ് കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കപ്പെട്ട് കൊണ്ടുവന്ന വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട പെൺകുട്ടിയോട് കർത്താവ് നിലപാടെടുത്തത്. ചുറ്റും നിന്നവർ ആക്രോശിച്ചു, നീ ഇവളെ വിധിക്കുക, നീ ഇസ്രായേലിൻ്റെ രാജാവാണെന്നല്ലേ പറയുന്നത്, രാജവിധി കേൾക്കട്ടെ. ഇവളെ പിടിച്ചത് വ്യഭിചാര കുറ്റത്തിലാണ്. നമ്മുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ എങ്ങനെ വിധിക്കുന്നു എന്ന് കേൾക്കട്ടെ. അവളെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല അവർ അത് ചെയ്തത്. അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഒരവസരം തേടുകയായിരുന്നു. ട്രാപ്പിൽപ്പെടുത്തുകയായിരുന്നു. പക്ഷെ കർത്താവിനെ പിടിക്കാൻ കിട്ടിയില്ല. കർത്താവ് അവരെ പരിഹസിച്ചു. ശരി, ന്യായപ്രമാണം നടപ്പിലാക്കണം, അത് ലംഘിച്ചുകൂടാ, കല്ലെറിയണം. പക്ഷേ ആദ്യത്തെ കല്ല് നിങ്ങളിൽ പാപം ചെയ്യാത്തവരെറിയട്ടെ. നിങ്ങളിൽ ഈ പെൺകുട്ടിയോട് പാപം ചെയ്യാത്തവരെറിയട്ടെ. ന്യായപ്രമാണത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പുരുഷനും സ്ത്രീയും വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടാൽ രണ്ടുപേരെയും കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. പുരുഷനെവിടെ? കൊണ്ടുവന്നില്ലല്ലോ നിങ്ങൾ. ഇവളെ വ്യഭിചാര കുറ്റത്തിലാണ് പിടിച്ചതെങ്കിൽ രണ്ടുപേരുണ്ടാകണ്ടേ? ഇവളെ മാത്രം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇങ്ങനൊരു പാപം ചെയ്യാനാകുമോ? കൂടെ പിടിച്ചയാളെവിടെ? അത് നീയാണ്. അപ്പോൾ ഇവളുടെ വ്യഭിചാര പങ്കാളിയായ നീ തന്നെയാണ് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ആക്രോശിക്കുന്നത്. പാപം ചെയ്തിട്ടില്ലെന്ന് ചങ്കുറപ്പുള്ളവർ ആദ്യത്തെ കല്ലെറിയട്ടെ. ആരും അറിഞ്ഞില്ലെന്നാണ്. ഒരാൾക്ക് പോലും അതിന് ചങ്കുറപ്പുണ്ടായില്ല.
കാരണം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി. ഇന്ന് ഒരുപാട് പേരുടെ നേരെ കല്ലെറിയാൻ കല്ലോങ്ങി നിൽക്കുന്നവർ ഈ വാക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പാപം ചെയ്യാത്തവൻ ഒന്നാമത്തെ കല്ലെറിയട്ടെ. ആർക്കെറിയാൻ കഴിയും? ആരാണ് പാപത്തിൽ നിന്ന് വിദൂരരായിട്ടുള്ളത്? കഴിയില്ല പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാവരും താനേ കൈകുഴഞ്ഞ് താഴെ പോകും. എന്നാൽ എല്ലാവരും പോയി കഴിഞ്ഞ് കർത്താവും ആ സ്ത്രീയും തനിച്ചായപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, മകളെ, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? ഇല്ല ഗുരു. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവൾ. അപ്പോൾ കർത്താവിൻ്റെ വാക്ക്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ആ വാക്കിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എനിക്ക് വേണമെങ്കിൽ നിന്നെ വിധിക്കാം, കാരണം ഞാൻ പാപം ചെയ്യാത്തവനാണ്. എനിക്ക് നിന്നെ കല്ലെറിയാം, കാരണം ഞാൻ ആ തിന്മയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവനാണ്. ഇവിടെയാണ് ക്ഷമ കൊടുക്കുന്ന ദൈവത്തെ നാം കാണുന്നത്. ശിക്ഷ നടപ്പാക്കുന്ന ദൈവത്തെയല്ല, ക്ഷമ കൊടുക്കുന്ന ദൈവത്തെ. ശിക്ഷിക്കുന്ന ദൈവത്തെ അല്ല നാം മനസ്സിലാക്കേണ്ടത്, ക്ഷമിക്കുന്ന ദൈവത്തെ. ക്ഷമിക്കാൻ മാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ, സ്നേഹം മാത്രം കൈമുതലുള്ള ദൈവത്തെ. പാപം ചെയ്ത് തന്നിൽ നിന്നകന്നു പോകുന്ന മനുഷ്യനോട് വെറുപ്പുള്ളവനല്ല, കോപമുള്ളവനല്ല, അവരെക്കുറിച്ച് കരയുന്ന ദൈവത്തെ, അവരെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ നീറിപ്പടയുന്ന ദൈവത്തെ, ആ ദൈവത്തെയാണ് വായിച്ചെടുക്കേണ്ടത്. ഇപ്രകാരം പാപക്ഷമ ലഭിച്ചവരൊക്കെ ഭാഗ്യമുള്ളവരാണ്. എന്നാൽ ചിലരെങ്കിലും ചിന്തിച്ചിരിക്കുന്നത്, എൻ്റെ പാപം അതികഠിനമായതുകൊണ്ടും ഒരുപാട് കാലപ്പഴക്കം ചെന്നതുകൊണ്ട് ദൈവം ക്ഷമിക്കില്ലെന്നാണ്. അത് തെറ്റാണ് മക്കളെ. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെ പാപം അത് രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും ഞാനതിന് ഹിമം പോലെ വെളുപ്പിക്കും. നമ്മൾ നമ്മുടെ പാപങ്ങളെ വെളുപ്പിക്കുന്നത് തൻ്റെ നിർമ്മല രക്തത്തിൽ നമ്മെ കുളിപ്പിച്ചിട്ടാണ്. അതാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ മാത്രമാണ് പാപമോചനം സാധ്യമാവുക. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ട് പാപമോചനം പ്രാപിച്ച സകല മനുഷ്യരും ഭാഗ്യമുള്ളവർ. ആ ഭാഗ്യത്തിന് ജീവിതത്തിൽ അവസരം കിട്ടാത്തവരൊക്കെ, അവസരം കിട്ടിയിട്ട് അത് വിനിയോഗിക്കാത്തവരൊക്കെ, അതാണ് ശരി. അവസരം കിട്ടാത്തവരാരുമില്ല. അവസരം കിട്ടിയിട്ട് അത് വിനിയോഗിക്കാത്തവരൊക്കെ നിർഭാഗ്യവാന്മാർ. സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരുടെ പക്ഷത്താണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയിട്ടുണ്ടോ? ഒരു ശരിയായ കുമ്പസാരം നടത്താൻ ഇതുവരെ മനസ്സ് വന്നിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ ഒന്ന് വീഴാൻ, പാപമൊന്ന് ഏറ്റുപറഞ്ഞ് കരയാൻ. കുഷ്ഠരോഗിയായിരുന്നു സുഖപ്പെട്ട ശിമോൻ്റെ വീട്ടിൽ വിരുന്നിലിരുന്ന യേശുതമ്പുരാൻ്റെ പിന്നോട്ട് മടക്കി വെച്ച പാദപീഠത്തിൽ മുട്ടുകുത്തിയിരുന്നു. തൻ്റെ കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാദം കഴുകി തലമുടി കൊണ്ട് തുവർത്തി ചുംബനം ചെയ്ത് തൈലം പൂശിയ പെൺകുട്ടി. അവളോടും കർത്താവ് പറഞ്ഞു, നിൻ്റെ അനേകമായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണുനീരാണ്, അനുതാപത്തിൻ്റെ കണ്ണുനീരാണ് പാപമോചനത്തിന് നാം സമർപ്പിക്കേണ്ട വഴിപാട്, കാഴ്ച. ഇത് പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുമ്പോൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകേണ്ടതിന്. ആരാണ് ഭാഗ്യവാനെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഭാഗ്യവാനാണ്, ഞാനൊരു ഭാഗ്യവതിയാണെന്ന് നാളെ പറയേണ്ടതിന് ഒരു ശരിയായ അനുതാപം നമുക്ക് ആവശ്യമുണ്ട്. ഒരു കുമ്പസാരം നമുക്ക് ആവശ്യമുണ്ട്. ഒരു തിരുത്തപ്പെടൽ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ ആയിരിക്കുന്ന ഇടത്ത് സ്വയം ഒന്ന് പരിശോധിക്കാമോ? ഈ സന്ദേശത്തിന് ശേഷം അല്പനേരം ഒന്ന് മാറിയിരുന്ന് സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ? സ്വന്തം ജീവിതത്തിലെ പിഴവുകളൊന്ന് കണ്ടെത്താമോ? കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് കണ്ണുനീരോടെ ഏറ്റുപറയാമോ? തീർച്ചയായിട്ടും ഭാഗ്യവാനായി തീരും, ഭാഗ്യവതിയായി തീരും. തൻ്റെ അരികിൽ വരുന്ന ഒരുത്തിനെയും തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത സ്നേഹമാണ് കർത്താവ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. ഇതിൻ്റെ തുടർചിന്തകൾ വീണ്ടും നിങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സമയം തീർന്നതുകൊണ്ട് ഈ സന്ദേശം ഇവിടെ പൂർത്തിയാക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ,
അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിൻ്റെ 5ാമത്തെ ഉത്തരമായി തൻ്റെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ഞങ്ങൾ കേൾപ്പിച്ചല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഉള്ളുപൊട്ടി ഒരു കുമ്പസാരം നടത്താൻ ഞങ്ങളിൽ ഒത്തിരി പേർക്കും പറ്റിയിട്ടില്ല. ആ പാപിനി പാദപീഠത്തിലിരുന്ന് കരഞ്ഞതുപോലെ ഒന്നും കരയാൻ പറ്റിയിട്ടില്ല. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയെന്ന് ഒരു ഉള്ളുറപ്പും കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് കേട്ട സന്ദേശം ഞങ്ങളെ തിരുത്തട്ടെ. ഞങ്ങൾ പുതുക്കവും നവീകരണവും പ്രാപിക്കട്ടെ. ദൈവമേ, പാപമോചനം പ്രാപിച്ച് വിശുദ്ധരായി തീർന്നിട്ട് അതിനാൽ ഞങ്ങൾ ഭാഗ്യമുള്ളവരെന്ന് തിരുമുമ്പിൽ സമ്മതിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിനയപൂർവ്വം പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. മഹത്വം അവിടുന്ന് എടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.